ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആദ്യമായി ഈ വിഷയത്തോട് പ്രതികരിച്ചത് വളരെ ഗൗരവമുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് വന്നത്. ഇടതുപക്ഷത്തെയാണോ എതിർക്കേണ്ടത്, ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണോ രാഹുലിന്റെ വരവ് എന്നുള്ള ചോദ്യം, അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. പക്ഷെ അപ്പോഴും കോൺഗ്രസിനെ ഇവിടെ ഇല്ലാതാക്കുന്നു, കോൺഗ്രസ് എന്ന പ്രതിപക്ഷത്തെ ഇവിടെ ഇല്ലാതാക്കുകയാണ് CPM ചെയ്തിട്ടുള്ളത്, BJPയെ വളർത്തിക്കൊണ്ട് അല്ലെങ്കിൽ BJPക്ക് ഇവിടെ അരങ്ങൊരുക്കിക്കൊണ്ട് എന്നുള്ള ആക്ഷേപം അവരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു മറുപടിയായി കോൺഗ്രസ് ഇവിടെയുണ്ട്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ ഇവിടെ വന്നുകൊണ്ട് അവരുടെ നഷ്ടപ്പെട്ട പ്രസക്തി തിരിച്ചു പിടിക്കാനുള്ള ശ്രമം എന്ന നിലയ്ക്ക് അതിനെ വ്യാഖ്യാനിച്ചാൽ കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും നഷ്ടപ്പെട്ട പ്രസക്തി തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമമാണിത്. എന്തിനാണ് കാതങ്ങൾക്കിപ്പുറം ഇവിടേക്ക് വരുന്നത്? ബഹുമാനപ്പെട്ട സുഹൃത്ത് PC വിഷ്ണുനാഥ് പറഞ്ഞു, എന്തുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ മോദിയുടെ കാര്യം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിനയപുരസ്സരം ചോദിക്കുന്നു, മോദി അന്ന് മത്സരിച്ചത് കോൺഗ്രസിനെതിരായിട്ടായിരുന്നു, നിങ്ങളിവിടെ മത്സരിക്കുന്നത് ആർക്കെതിരായിട്ടാണ്? മോദിയുടെ ശത്രുവിനെതിരായിട്ടാണ് വാരാണസിയിൽ പോയി മത്സരിച്ചത്. നിങ്ങളിവിടെ വന്ന് മത്സരിക്കുന്നത്, രാഹുലിൻ്റെ ശത്രു ഇടതുപക്ഷമാണോ? രാഹുൽ പറയട്ടെ. ദേശീയ തലത്തിൽ ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ രാഹുൽ ശത്രുവായി കാണുന്നത് BJP അല്ല, ഇവിടെ ഇടതുപക്ഷത്തെ തകർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ വരുന്നൊരു പ്രശ്നം, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി, പ്രധാനമന്ത്രി കേരളത്തിൽ ഉണ്ടാകുമെന്ന ആവേശമെല്ലാം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, ഈ കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച അമേഠി എത്രയോ വർഷങ്ങളായി നെഹ്റു കുടുംബത്തിൻ്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. ആ അമേഠിയിൽ പോട്ടെ, മോദി മത്സരിച്ച് വിജയിച്ച ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ സ്വന്തം സ്ഥലമായ വാരാണസി, എന്താണ് അവിടുത്തെ വികസനത്തിൻ്റെ അവസ്ഥ? അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് അധികമായി ലഭിച്ചത്? അവിടുത്തെ ജനങ്ങൾ ഏതെങ്കിലും നയത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നോ? വാരാണസിയിലാകട്ടെ, ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ സ്ഥലത്താകട്ടെ, ഇവിടെ വരുന്നൊരു പ്രശ്നം, ഇവിടെ യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി മുന്നോട്ട് വയ്ക്കാനില്ലാതെ ഇരുട്ടിൽ തപ്പുന്ന കോൺഗ്രസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു തിരഞ്ഞെടുപ്പിൽ ഇന്നിപ്പോഴുണ്ടായ അവസാനത്തെ മണിക്കൂറുകളിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി എങ്ങോട്ടാണ്? നോക്കൂ നിങ്ങൾ, BJP ഏറ്റവും അധികം ലക്ഷ്യം വയ്ക്കുന്നത് എവിടെയാണ്? അത് ഹിന്ദി ഹൃദയ ഭൂമിയിലാണ്. വരുന്ന തിരഞ്ഞെടുപ്പിൽ അവർ അവിടെയാണ് കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ ഈ വരുന്ന ഈ കേരളമൊന്നും തന്നെ ഏത് തരത്തിൽ നോക്കിയാലും BJPക്കൊരു പ്രധാനപ്പെട്ട ലാൻഡല്ല. ഇപ്പോൾ ഈ മണിക്കൂറുകളിലെ വാർത്ത എന്താ? ഉത്തരേന്ത്യയിലെ BJP ക്യാമ്പുകൾ ആഹ്ലാദഭരിതമാണ്. എന്താണ് അവരുടെ പ്രചരണത്തിൻ്റെ മുന്നേ? ഇപ്പോൾ ഇതേ ഇവിടെ നിന്നും പതിവില്ലാതെ അവിടെ തെന്നിന്ത്യയിലേക്ക് വയനാട് എന്നൊരു സുരക്ഷിത സീറ്റ് കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറുന്നു. പരാജയ ഭീതി കാരണം രാഹുൽ ഗാന്ധി ഒളിച്ചോടുന്നു എന്ന് BJP കേന്ദ്രങ്ങൾക്ക് അവരുടെ പ്രധാനപ്പെട്ട തട്ടകങ്ങളിൽ പ്രചരിപ്പിക്കാനുള്ള അവസരമാണ് കേരളത്തിൻ്റെ ഗ്രൂപ്പ് പോരിൻ്റെ പേരിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് കേരളത്തിലെ ലക്ഷണമൊത്ത ഗ്രൂപ്പ് പോരിൻ്റെ കൂടി ഭാഗമായി നമ്മൾ ഇതിനെ വായിക്കണം. T സിദ്ദീഖാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ I ഗ്രൂപ്പിന് നിശ്ചയിക്കപ്പെട്ട സീറ്റിൽ A ഗ്രൂപ്പുകാരനായ T സിദ്ദീഖ് വന്നത് ഉമ്മൻചാണ്ടിയുടെ ശാഠ്യം കാരണമാണെന്നും അത് രമേശ് ചെന്നിത്തലയുടെ കഴിവില്ലായ്മ കൊണ്ടാണെന്നും മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതാണ്. വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങി. അങ്ങനെ ഉമ്മൻചാണ്ടി മേൽക്കൈ നേടിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയിൽ വളരെയധികം സ്വാധീനമുള്ള സാക്ഷാൽ നമ്മുടെ KC വേണുഗോപാലിൻ്റെ ഉൾപ്പെടെ ഇടപെടൽ കാരണം ഇവിടെ ഒരു അട്ടിമറി ഉണ്ടാക്കി വരുന്ന ഗ്രൂപ്പിൻ്റെ ഒരു മുഖം രക്ഷിക്കൽ കൂടിയാണിത്. ഈ രക്ഷിക്കലിന് വേണ്ടി ഇവർ വില കൊടുക്കുന്നത് എന്തിനാണ്? വില കൊടുക്കുന്നത് ഉത്തരേന്ത്യയിലാകെ, രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉൾപ്പെടെ തോറ്റ് പിന്മാറിക്കൊണ്ടിരിക്കുന്ന, വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന BJP ക്യാമ്പുകളിൽ വലിയ ഉത്സവഭരിതമായ അന്തരീക്ഷവും ഒരു വലിയ പ്രചരണം ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ ഡൽഹിയിലുണ്ടാക്കി. അതിൻ്റെ അർത്ഥം ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ BJPയെ പരാജയപ്പെടുത്തണമെന്ന ഒരു വലിയ തോന്നൽ ഇപ്പോഴും രാഹുൽ ഗാന്ധിക്കുൾപ്പെടെ ഉണ്ടാകുന്നില്ല, AICC നേതൃത്വം ഉൾപ്പെടെ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് ജനാധിപത്യ വിശ്വാസികളോടുള്ള വെല്ലുവിളിയാണ്. പിന്നെ കേരളത്തിൽ എന്തുകൊണ്ട് വയനാട് എന്ന് ചോദിച്ചല്ലോ. ഇനി കേരളത്തിലേക്ക് വരുമ്പോഴോ ശ്രീ PC വിഷ്ണുനാഥെ എങ്ങനെയാണ് നിങ്ങൾക്ക് അഭിമാനം കൊള്ളാനാവുക? അദ്ദേഹം കേരളത്തിലേക്ക് വന്നാൽ ആദ്യം വരിക KPCC ആസ്ഥാനത്തിലേക്കായിരിക്കില്ല, പാണക്കാട്ടെ വീട്ടിലേക്കായിരിക്കും. കാരണം ലീഗിൻ്റെ കാരുണ്യത്തിന് കീഴിൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിജയപ്രതീക്ഷയെങ്കിലും വെക്കാൻ അവിടെ കഴിയുകയുള്ളൂ. ലീഗ് തന്നെ ഇപ്പോൾ വിജയപ്രതീക്ഷയില്ലാതെ അവരുടെ തട്ടകത്തിൽ വല്ലാതെ അലഞ്ഞു നടക്കുകയാണ്. വിജയപ്രതീക്ഷയില്ലാത്തതിൻ്റെ പേരിൽ സ്വന്തം തട്ടകമായ പൊന്നാനിയിലും മലപ്പുറത്തും അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സഹായം തേടി നടക്കുന്ന സന്ദർഭത്തിലാണ് ആ ലീഗിനെ ആശ്രയിച്ച് രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് വന്നിറങ്ങുന്നത്. ഇവിടെ വയനാട് മണ്ഡലത്തെ ഒരുപാട് ഇകഴ്ത്തി പലരും സംസാരിച്ചിരുന്നു. അജയ് തറയിൽ പറഞ്ഞു ഏത് കുട്ടിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കുമെന്ന്. ഇപ്പോഴെന്തായാലും വരുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഞാൻ ആ പദമൊന്നും രാഹുൽ ഗാന്ധിക്ക് ഞാൻ പറയുന്നില്ല, ആർക്കെതിരെയും ഞാൻ പറയുന്നില്ല, ഒരു മണ്ഡലത്തെയും ഞങ്ങൾ കേട്ടില്ല. പക്ഷേ അജയ് തറയിലെ വാക്കുകളാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു
വെറുതെ ഏതൊരാളും ഇതിന് സമാനമായൊരു പ്രയോഗവും അദ്ദേഹവും നടത്തി. എന്തിനാണ് വയനാടിനെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്? പഴയ വയനാടല്ല, വയനാട് ഒരുപാട് മാറിയില്ലേ? അവിടെയുള്ള ഭൂരിഭാഗം 3 ഒഴികെ ബാക്കി 4 ഞങ്ങളാണ്. അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ, അവിടുത്തെ മുനിസിപ്പാലിറ്റികളിൽ, അവിടുത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുപക്ഷ തരംഗമാണ്. ആ വയനാട് നിങ്ങൾ ഈ കാണുന്നത് പോലെ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്നും മാറി ഇടതു ക്യാമ്പിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സാക്ഷാൽ ശ്രീ ശരീരനായ ഷാനവാസ് ഒടുവിൽ അവിടെ ജയിക്കുന്നത് ലീഗിന്റെ കേന്ദ്രങ്ങളിൽ കിട്ടിയ വോട്ട് കൊണ്ട്. ശരിയാണ്. വണ്ടൂർ, ഏറനാട്, തിരുവമ്പാടി സ്ഥലങ്ങളിൽ ലീഗ് നൽകുന്ന പിന്തുണ പ്രധാനം. വണ്ടൂർ, ഏറനാട്, തിരുവമ്പാടി മേഖലകളുണ്ട്. അവിടെ ലീഗ് നൽകുന്ന പിന്തുണ പ്രധാനമാണ്. പക്ഷേ ലീഗിന്റെ സ്വാധീന മേഖല, ലീഗിന്റെ പിന്തുണ എന്നുള്ളതൊരു തൊടാൻ പാടില്ലാത്ത ഒരു ഭാഗത്തേക്ക് പോകുന്നു എന്ന മട്ടിൽ കരുതുന്നത് ശരിയാണോ? മാത്രമല്ല, അത് മാത്രമാണോ വയനാട്? അവിടെ കർഷകരുടെ പ്രദേശമാണ്, ആദിവാസികളുടെ മേഖലയാണ്. ഈ ഇടങ്ങളിലൊക്കെ ഇവർക്കൊക്കെ വേണ്ടി രാഹുൽ എവിടെയൊക്കെ പ്രസംഗിച്ചു എന്നുള്ളത് പ്രധാനമാണ്. അത് വടക്കേ ഇന്ത്യയിൽ സംസാരിക്കുമ്പോൾ നിങ്ങളും പിന്തുണച്ചിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ മറുത്ത് ഉള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരുന്നത് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ എത്തുന്നത്.